أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. സൂറ അന്നിസയിലെ 4-ാമത്തെ ആയത്ത്. വആത്തു നിസാ, സ്ത്രീകൾക്ക് നിങ്ങൾ നൽകുക. സദുഖാത്തിഹിന്ന, അവരുടെ വിവാഹമൂല്യം. മഹറിനാണ് സദുഖത്ത് എന്ന് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. നെഹ്ലത്തായിട്ട് അഥവാ സമ്മാനമായി അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട് നൽകുന്നതായിട്ട്. ഫ എന്നിട്ട് ഇൻ തിബിനലക്കും, താബ കഴിഞ്ഞ ആയത്തിൽ വന്നല്ലോ, താബ ഇഷ്ടപ്പെട്ടാൽ എന്നർത്ഥം. ഫൈൻ തിബിനലക്കും, എന്നിട്ട് അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നൽകുകയാണെങ്കിൽ. മിൻഹു അൻ ഷൈഇൻ, വല്ലതും. മിൻഹു, ആ വിവാഹമൂല്യത്തിൽ നിന്ന് അഥവാ മഹറിൽ നിന്ന്. നഫ്സൻ, സ്വമേധയ, സ്വമനസ. ഫ അപ്പോൾ കുലൂഹു, നിങ്ങളത് തിന്നുകൊള്ളുക. ഹനീഅൻ, ഹനീഅൻ മരീഅൻ, ഹനീഉം മരീഉമായിട്ട്. ഹനീ എന്നാൽ വായക്ക് രുചികരമായത് എന്നാണ് അർത്ഥം. മരീ എന്നാൽ സന്തോഷത്തോടുകൂടി എന്നർത്ഥം. കഴിഞ്ഞ ആയത്തിൽ വിവാഹത്തെയും ബഹുഭാര്യത്തെയും കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. അതിൻ്റെ മുമ്പ് അനാഥ കുട്ടികളോട് നീതി പാലിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. അനാഥ കുട്ടികളെപ്പോലെ തന്നെ സ്ത്രീകളോടും നീതി കാണിക്കണം എന്ന വിശദീകരണം കഴിഞ്ഞ ആയത്തിന് പറഞ്ഞു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലാഹു തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ മുമ്പ് കല്യാണം കഴിക്കുന്ന പെണ്ണിന് മഹർ കൊടുക്കലുണ്ടായിരുന്നു. പക്ഷേ അത് വേറെ പലരുമായിരുന്നു എടുക്കാറുണ്ടായിരുന്നത്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി ഉദ്ധരിക്കപ്പെടുന്ന കൂട്ടത്തിൽ നമുക്കത് കാണാൻ കഴിയും. അതിനെ തടയുകയാണ്. പെണ്ണിൻ്റെ മഹർ പെണ്ണിന് തന്നെ കൊടുക്കണം. വലിയുകളായ പിതാവോ അല്ലെങ്കിൽ പിതാമഹനോ സഹോദരന്മാരോ അങ്ങനെയുള്ളവരൊന്നും അത് കൈക്കലാക്കരുത് എന്നാണ് ഈ ആയത്തിൽ പറയുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ വആത്തു എന്ന് പറഞ്ഞത് വലിയുകളോടാണ്. അതോടൊപ്പം തന്നെ അത് ഉള്ളൊരു മസാലയാണ്. ഈ ആയത്ത് കൊണ്ട് അതാണോ ഉദ്ദേശിച്ചത് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. ഇതെല്ലാവരോടുമാണ് യഥാർത്ഥത്തിൽ. വാത്തു, നിങ്ങൾ മഹർ നൽകുക. വാത്തു, നിങ്ങൾ നൽകുക എന്ന് പറഞ്ഞത് വിവാഹം കഴിക്കുന്നവരോടാണ് എന്നാണ് പ്രബലമായ വീക്ഷണം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ അർത്ഥം വആത്തു നിസാ സദുഖാത്തിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹർ നൽകണം. നെഹ്ലത്തൻ, അത് സമ്മാനമായിട്ടാകണം നൽകേണ്ടത്. അഥവാ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടുകൂടി യാതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ ആദരവോടുകൂടി ഒക്കെ നൽകുന്നതിനാണ് നെഹ്ലത്ത് എന്ന് പറയുക. നെഹ്ലത്ത് എന്നത് മഹറിൻ്റെ വിശേഷണമായിട്ട് അള്ളാഹു പ്രയോഗിച്ചതാണ്. അപ്പോൾ മഹർ നൽകൽ നിർബന്ധമാണ്. മഹർ നൽകൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല,
മഹർ നൽകുന്നത് സന്തോഷത്തോടു കൂടിയാകണം നൽകുന്നത്. മഹറിന് പല വാക്കുകൾ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടെണ്ണമുണ്ട്, സദുഖാത്തിഹിന്ന എന്നും നെഹലത്ത് എന്നും. സദുഖത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് സദുഖാത്ത്, നെഹലത്ത്. പിന്നെ മഹർ, അതുപോലെ അജ്ർ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മഹറിന് നമ്മൾ പരിഭാഷപ്പെടുത്താറുള്ളത് വിവാഹ മൂല്യം എന്നാണ്. എന്തിനാണിത് കൊടുക്കുന്നത്? പണ്ഡിതന്മാർ രണ്ട് കാരണം വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, സ്ത്രീക്ക് ആദരവും പരിഗണനയും നൽകുന്നതിന് വേണ്ടിയാണ്. അജ്ർ, പ്രതിഫലം. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിൻ്റെ പ്രതിഫലമാണ് എന്ന്. അത്തരം ആളുകൾ വിവാഹമെന്ന് പറയുന്നത് ലൈംഗിക ബന്ധം എന്ന ഒറ്റ കാര്യത്തിൽ ചുരുക്കിക്കെട്ടുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ്. വിവാഹത്തിൽ ലൈംഗികത എന്ന് പറയുന്നത് ലൈംഗിക വികാരം മനുഷ്യനിൽ തന്നെ അവൻ്റെ ശൈശവത്തിൽ ഒന്നും ഇല്ലാത്തതും പിന്നീട് വന്നു ചേരുന്നതും ആയുസ് ദീർഘമായിട്ടുണ്ടെങ്കിൽ ഇടക്ക് വെച്ച് പിരിഞ്ഞു പോകുന്നതുമാണ്. അതേസമയത്ത് ദാമ്പത്യം എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് പിന്നെ ലൈംഗിക താല്പര്യവും ശേഷിയുമൊക്കെ ഉള്ള കാലത്ത് തുടങ്ങിയിട്ട് മരണം വരെ നിലനിൽക്കുന്നതാണ് വിവാഹം. അത്രയും കാലം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കൊടുക്കുന്ന പ്രതിഫലമാണ് മഹർ എന്ന് വിഡ്ഢികൾ മാത്രമേ വിചാരിക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ്? അതാണ് നെഹലത്തൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അത് അവർക്ക് അവകാശപ്പെട്ടത് തൃപ്തിയോടുകൂടി കൊടുത്തുകൊണ്ടായിരിക്കണം അവരെ സ്വീകരിക്കേണ്ടത്. നമ്മൾ മഹർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഖ്യ മനസ്സിൽ കാണുന്നതും നമ്മുടെ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ സ്ത്രീധനമുള്ളതുപോലുള്ള ഒരു വലിയ സംഖ്യയാണ് ഇസ്ലാമിൻ്റെ സങ്കല്പത്തിലെ മഹർ. അതിന് യാതൊരു കണക്കും വെച്ചിട്ടില്ല. ഇന്നാത്തയ്ത്തും ഇഹ്ദാഹുന്ന ഖിൻതാറ, ഒരു കൂമ്പാരം തന്നെ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും എന്ന് ഖുർആൻ തന്നെ പ്രയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം കണക്കില്ല, പരിധിയില്ല. അങ്ങനത്തെ ഒരു സംഖ്യ അവ സ്വന്തം നിലയിൽ ഭാര്യയെ, ഇണയെ സ്വത്തുള്ളവളാക്കിക്കൊണ്ടാണ് ഭർത്താവ് സ്വീകരിക്കുന്നത്. അത് അവരുടെ നിലവാരം ഉയർത്താൻ, അവരാദരിക്കപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ദാമ്പത്യ ജീവിതത്തിൻ്റെ ചെലവ് വഹിക്കേണ്ടത് പുരുഷനാണ് എന്നത് പ്രയോഗത്തിൽ തെളിയുകയും അത് സന്തോഷപൂർവ്വം നിർവഹിക്കുകയും ചെയ്തുകൊണ്ടാണ് വിവാഹം നടക്കേണ്ടത്. ജീവിതത്തിൻ്റെ വിവാഹം മുതൽ പെണ്ണിൻ്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ, വിദ്യാഭ്യാസം, അതുപോലെ ഉള്ള സകലമാന ചെലവുകളും, അവളുടെ അടിസ്ഥാന ആവശ്യങ്ങളായി വരുന്ന മുഴുവൻ ചെലവുകളും പുരുഷന്റെ ബാധ്യതയാണ്. അതിൻ്റെ ആരംഭമാണ് യഥാർത്ഥത്തിൽ മഹർ എന്ന് പറയുന്നത്. അതിനൊക്കെ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രായോഗികമായി തെളിയിക്കുന്നതാണ് മഹർ. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധനമുള്ളത് കൊണ്ട് അപ്പോൾ തെളിയുന്നത് വേറൊരു കാര്യമാണ്. പെണ്ണ് ഒരുപാട് ഇങ്ങോട്ട് തന്നാൽ വല്ലതുമൊക്കെ അങ്ങോട്ടും കൊടുക്കും. അതുതന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ തകരാറുകളെ കാണുന്നതും. ഏതാവട്ടെ അല്ലാഹു തആല പറയുന്നത് നെഹലത്തായിട്ട് അവരുടെ സദഖത്ത് എന്നുള്ള വാക്ക് ധർമ്മം എന്നാണ്. അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുക്കുന്നതാണ് സദഖയാക്കുക, പ്രതിഫലമല്ല. നെഹലത്ത് അത് സന്തോഷത്തോടു കൂടി നൽകണം. ഉജൂറഹുന്ന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പ്രതിഫലം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിനുള്ള പ്രതിഫലം? ഇവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതിൻ്റെ പ്രതിഫലമാണ്, അല്ലാതെ കൂടെ കഴിയുന്നതിൻ്റെ പ്രതിഫലമല്ല. ഇവനെ വരനായി സ്വീകരിച്ചോളാൻ അവർ സമ്മതിച്ചിട്ട് വേണമല്ലോ നിക്കാഹ് നടത്താൻ. അതിനുള്ള പ്രതിഫലമാണ്. ഇങ്ങനെ ഇത് സ്ത്രീകൾക്ക് നൽകണം എന്നാണ് ആയത്ത് കൽപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് ഫൈൻ തിബിന ലക്കും ആൻ ഷൈഇൻ മിൻഹു നഫ്സൻ ഫകുലൂഹു, അവർ തൃപ്തിപ്പെട്ട് വല്ലതും നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്ത് തന്നാൽ അത് നിങ്ങൾ തിന്നുകൊള്ളൂ, അഥവാ തിരിച്ചു നൽകിയാൽ. അപ്പം മുഴുവനായിട്ട് തന്നെ തിരിച്ചു നൽകി, അല്ലെങ്കിൽ കുറച്ച് ഭാഗം തിരിച്ചു നൽകി, അങ്ങനെയൊക്കെ തന്നാൽ. അവിടെ അല്ലാഹു തആല ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് തിബിന. തിബിന എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ആള് മാ താബലക്കും മിനൻ നിസാഇ എന്നാണല്ലോ പറഞ്ഞത്. ഫങ്കിഹു മാ താബലക്കും, അഥവാ ഇൻകിഹു മാ താബലക്കും, നിങ്ങൾ വിവാഹം ചെയ്യൂ നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയത്.
എന്നതുപോലെ ഇത് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് അവൾക്ക് മനസ്സിന് സ്വയം ഇണങ്ങി, സമ്മർദ്ദമോ ഭീഷണിയോ അല്ലെങ്കിൽ പിണക്കമോ അല്ലെങ്കിൽ മുഖത്ത് അതൃപ്തിയോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ, അങ്ങനെയാണ് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയാണ്. അതിനാണ് താബലക്കും എന്ന് പറഞ്ഞത്, ഇൻകിഹുമാ താബലക്കും എന്ന് പറഞ്ഞത്. അതില് ഇഷ്ടപ്പെട്ടത് പെണ്ണ് ഒരിക്കലും ഇങ്ങോട്ടൊരു സമ്മർദ്ദം ചെലുത്തൂലല്ലോ, എന്നെ കല്യാണം കഴിച്ചോളണം, അങ്ങനെ ഒരു കല്യാണം സാധാരണഗതിയിൽ ഉണ്ടാവില്ലല്ലോ. എന്നതുപോലെ തിബിനലക്കും അവർക്ക് തൃപ്തിപ്പെട്ട് സ്വയം തീരുമാനിച്ച് ഇത് അദ്ദേഹം എടുത്തുകൊള്ളട്ടെ എന്ന് അദ്ദേഹത്തിന് കൊടുക്കലാണ് ഇഷ്ടം, എൻ്റെ കൈവശം വെക്കലല്ല, ഇതിലൊരു ഭാഗം അദ്ദേഹം എടുത്ത് കാര്യം സാധിച്ചോളട്ടെ, ഇങ്ങനെ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴോ ഒക്കെ സ്വയം പ്രേരിതയായി കൊടുക്കുകയാണെങ്കിൽ എന്നാണ് അർത്ഥം. എന്നിട്ടും അള്ളാഹു പറഞ്ഞിരിക്കുന്നു നഫ്സൻ, തിബിന നഫ്സൻ. തിബിന എന്ന് പറഞ്ഞാൽ തന്നെ മതി, പിന്നെ ഒരു നഫ്സനും കൂടി അവിടെ ഫിറ്റാക്കിയിരിക്കുന്നു. കാരണം അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഊന്നലിന് വേണ്ടിയാണ്. ആ തിബിന എന്ന് പറഞ്ഞത് സംഭവിച്ചത് തന്നെ അതിനും ഒരു സമ്മർദ്ദം ഉണ്ടാവരുത്, അതും അവരുടെ സ്വയം തീരുമാനമാകണം. അങ്ങനെയാണെങ്കിൽ ഫകുലൂഹു, നിങ്ങളത് തിന്നുകൊള്ളുക. അങ്ങനെ അവർ ഇഷ്ടപ്പെട്ട് തന്നാൽ തിന്നുകൊള്ളുക എന്ന് പിന്നെ എന്തിനാ അള്ളാഹു പറയണത്? അതാർക്കും ചെയ്യാവുന്ന ഒരു പണിയല്ലേ യഥാർത്ഥത്തിൽ. ഒരാൾ തൃപ്തിപ്പെട്ട് വേറൊരാൾക്ക് എന്ത് കൊടുത്താലും അത് അയാൾക്ക് തിന്നാലോ. അതിനിപ്പോൾ ഭാര്യ ഭർത്താവ് അന്യര് സ്വന്തം എന്നൊന്നും ഇല്ലല്ലോ, ആർക്കും കൊടുക്കാവുന്നതാണ്, ആർക്കും തിന്നാവുന്നതാണ്. പിന്നെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, വിവാഹം ശരിയാവണമെങ്കിൽ മഹർ വേണമല്ലോ. മഹർ നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ മഹർ പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ മഹറുൽ മിസ്ല് നിശ്ചയിക്കപ്പെടുകയോ അങ്ങനെ കിട്ടുമെന്ന് ഉറപ്പോ ഉണ്ടാകണം. പറഞ്ഞില്ലെങ്കിലും കിട്ടുമെന്ന് ഒരു ധാരണയെങ്കിലും ഉണ്ടാകണം. എന്നിട്ട് അത് കൊടുക്കുകയും വേണം. അങ്ങനെ നിർബന്ധമായി കൊടുക്കുന്ന മഹർ തിരിച്ചിങ്ങോട്ട് വാങ്ങിയാൽ തിന്നൽ ഹലാലാകുമോ? ഇതൊരു സാമ്പത്തിക മസാലയാണ്. ഏതുപോലെ പലിശ കടം വാങ്ങിയ ഒരാൾക്ക് പലിശ ഒരാൾ കൊടുക്കുന്നത് തൃപ്തിപ്പെട്ടാണ്. മാസത്തിൽ 1,00,000 രൂപ കടം വാങ്ങിയിട്ട് മാസത്തിൽ 1000 രൂപ വെച്ച് അതിന് 12 മാസം ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചടക്കുമ്പോൾ മാസത്തിൽ 1000 രൂപ വെച്ച് കണക്കാക്കിയിട്ട് 1,12,000 കൊടുക്കുകയാണ്. അങ്ങനെ പലിശ കണക്കാക്കി കൊടുക്കുന്നയാൾ തൃപ്തിയോടെയാണ് കൊടുക്കുന്നത് എന്ന് സങ്കല്പിക്കുക. എന്തോ കാരണത്താൽ ഇയാളുടെ പണം കൊണ്ട് അയാൾക്ക് വലിയ ഉപകാരം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മാസത്തിൽ ഇത്ര വെച്ച് അയാൾക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞ് നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ ഇങ്ങനെ ഒരു കൊടുതിയുണ്ട്. ഒരു മാസത്തിൽ 1,00,000 ഉറുപ്പ്യ ഇട്ടാൽ 1,00,000 ഉറുപ്പ്യക്ക് മാസത്തിൽ 1,500 വെച്ച് ബിസിനസ് ലാഭമായാലും നഷ്ടമായാലും കൊടുക്കും. അപ്പോൾ അത്ര ലാഭം ഉണ്ടോ എന്ന് വെച്ചാൽ അത് നമ്മൾ തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണ്. പക്ഷേ മാസത്തിൽ 1,500, മാസത്തിൽ 1000, മാസത്തിൽ 500 എന്നൊക്കെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പലിശ എന്നാണ്. അത് കൊടുക്കുന്നവൻ തൃപ്തിപ്പെട്ടതുകൊണ്ട് പലിശയല്ലാതെ ആകില്ല. പക്ഷെ ഇവിടെ മഹർ തിന്നലല്ലാതെയാകും അവൾ തൃപ്തിപ്പെട്ട് കൊടുത്താൽ. അതാണ് ഇതിവിടെ വ്യക്തമാക്കാൻ കാരണം. മഹർ തിരിച്ചു തിന്നു, അങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുക്കലിനെ റദ്ദാക്കി തിന്നു, സ്വയം തിന്നു എന്ന് പലിശ തിന്നു എന്ന് പറയുന്നത് പോലെ മഹർ തിന്നു എന്ന് പറയില്ല, തൃപ്തിപ്പെട്ടാണ് കൊടുത്തതെങ്കിൽ. ഇൻ കേസ് ഇനി തൃപ്തിപ്പെടാതെ പിടിച്ചു വാങ്ങിയാലോ, അത് വകുപ്പ് മാറും, അത് ഇതിൽ പെടൂല, അത് ചെയ്യാനൊട്ട് പാടില്ല എന്നുകൂടിയാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തൃപ്തിപ്പെട്ട് കൊടുത്താൽ പലിശ പോലെയല്ല. ഫകുലൂഹു ഹനീഅൻ മരീഅ, നിങ്ങൾ യഥേഷ്ടം തിന്നുകൊള്ളുക, സന്തോഷകരമായും രുചികരമായും എന്ന അർത്ഥം ധനിപ്പിക്കാനാണ് രണ്ടും കൂടി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മഹർ എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തിൽപ്പെട്ടതാണ്. മഹർ ജീവിതകാലം മുഴുവൻ കൊടുക്കാതിരിക്കുകയും മരിക്കുന്ന സമയത്ത് പൊരുത്തപ്പെടിക്കുകയും ചെയ്യുന്ന അബദ്ധം, അതുപോലെ തന്നെ ആദ്യമായിട്ട് തന്നെ മഹർ പൊരുത്തപ്പെടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും. എന്നിട്ട് വാക്കാൽ പൊരുത്തപ്പെട്ടു എന്ന് പറയും. പല പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പണ്ടുണ്ടായിരുന്നത്ര മഹർ പൊരുത്തപ്പെടിക്കൽ ആദ്യരാത്രി, ഇപ്പം അതങ്ങനെ ആരും പറഞ്ഞു കേൾക്കലില്ല. ഒരു പെൺകുട്ടിയെ എവിടെയോ കൊണ്ട് ചെന്നിട്ട് റൂമിൽ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് മഹർ പൊരുത്തപ്പെടുമെന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുകയല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അത് തിബിനലക്കും നഫ്സൻ
എന്ന് പറഞ്ഞതിൽ പെടൂല. അതുപോലെ തന്നെ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ അടുത്ത കാലം വരെ കണ്ടിട്ടുണ്ട്, മയ്യത്ത് ഭർത്താവിൻ്റെ മയ്യത്ത് മുറ്റത്തിറക്കി വെച്ച ശേഷം ഭാര്യയെ കൊണ്ട് ഉസ്താദ് വിളിച്ചു ചോദിക്കും മഹ്റ് പൊരുത്തപ്പെട്ടോളാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ പൊരുത്തപ്പെടാതെ ഇയാൾ പോകാൻ പാടില്ലല്ലോ. ബാക്കി കടബാധ്യത ഉണ്ടെങ്കിൽ മകനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പള്ളിയിൽ നിന്ന് പറയും എന്നതുപോലെ മഹ്റ് പൊരുത്തപ്പെടിക്കല് ചില പ്രദേശങ്ങളിൽ കേരളത്തിൽ ഇപ്പോഴും അത് നിലവിലുണ്ട്. അത് പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? അയാൾ ഇങ്ങോട്ട് മയ്യത്തും കൊണ്ട് എണ്ണീറ്റിരുന്ന് കൊടുക്കുമോ? അതും ഹനീഅൻ തിബിനലക്കും നഫ്സൻ എന്ന് പറഞ്ഞതിൽ പെട്ടതല്ല. അത് ഒക്കെ സമ്മർദ്ദം ചെലുത്തലാണ്, വേറെ കിട്ടാൻ വഴിയില്ല, എന്നാൽ പിന്നെ ശരി പൊരുത്തപ്പെട്ടോട്ടെ എന്ന് പറയലാണ്. അങ്ങനെ പൊരുത്തപ്പെട്ടത് കൊണ്ട് പോലും ഇത് വീടൂല എന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. പകരം സ്വമനസ്സാലെ അവളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരുന്നത് പോലെ വല്ലതും ഒക്കെ തന്നെങ്കിൽ അത് പൊരുത്തപ്പെടും. കൂട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്, മഹർ പൊരുത്തപ്പെടൂലെങ്കിൽ പിന്നെ പെണ്ണിന്റെ സ്വത്തിൽ ആ പുരുഷൻ എന്താണ് അധികാരം ഉണ്ടാവുക? ഇതും ഈ കൂട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. പൊതുവിൽ ആളുകളുടെ ഒരു രീതി, പിന്നെ പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ പെണ്ണിനെയും അവളുടെ വാപ്പാന്റെ സ്വത്തിനെയും കൂടി കെട്ടുകയാണ്. അതുകൊണ്ട് അമ്മോശൻ സ്വത്ത് വിറ്റതിന്റെ പേരിൽ ഭാര്യ വീട്ടിൽ ചെന്ന് ബഹളം കൂട്ടുന്ന ആളുകൾ കാണാം. ഒരധികാരവും ഇല്ല, ഒരവകാശവും ഇല്ല. ഭാര്യ വീട്ടിലെ സ്വത്ത് ഭർത്താവ് പിന്നെ പെണ്ണിന്റെ ഭർത്താവിന് ഒരു നിലക്കും കിട്ടുകയില്ല. കിട്ടുന്നത് ഭാര്യ ഇരിക്കെ, ഇവളിരിക്കെ, പെണ്ണിരിക്കെ അവളുടെ പിതാവോ മാതാവോ മരണപ്പെട്ടാൽ മാത്രമാണ് അവിടുത്തെ സ്വത്തിന്റെ അവകാശിയായിട്ട് പിന്നെ ഈ പെണ്ണ് വരുന്നത്. അപ്പോഴും അവളുടെ ഭർത്താവ് വരുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതിനൊക്കെ എതിരാണ്. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് കൊടുത്തതിൽ നിന്ന് വല്ലതും തിന്നണമെങ്കിൽ തന്നെ അവളുടെ നല്ല തൃപ്തി വേണം. അപ്പം പിന്നെ അവളുടെ സ്വന്തം കൈവശം ഉള്ളതോ? ഇതൊക്കെ സൂറത്തുൻ നിസായിൽ ഇനിയും വരുന്നുണ്ട്. വലിരിജാലി നസീബു മിമ്മക്തസബിന, വലിരിജാലി നസീബു മിമ്മക്തസബു വലിനിസാഇ നസീബു മിമ്മക്തസബിന. പെണ്ണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതിൽ അവകാശമുണ്ട് എന്ന് പറയണത്. അങ്ങനെ പെണ്ണിന്റെ സ്വത്ത് പെണ്ണിൻ്റെതാണ്. അത് കയ്യേറ്റം ചെയ്താൽ, അത് പിടിച്ചു പറിച്ചാൽ, അങ്ങോട്ട് കൊടുത്തത് തിരിച്ചു വാങ്ങിയാൽ തന്നെ പ്രശ്നമാണ്. പിന്നെയാണോ അവളുടേത് പിടിച്ചു പറിക്കാനും ഒക്കെ അവകാശം ഉണ്ടാകുന്നത്? ഇതൊക്കെ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു ഉണ്ടാക്കിയ നിയമങ്ങളാണ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമുക്ക്. എന്തിനാണിത് എന്നതൊക്കെ അപ്പോൾ വേഗം തിരിയും. അല്ലാതെ ലൈംഗിക ബന്ധത്തിൻ്റെ പ്രതിഫലം കൊടുക്കാനൊന്നുമല്ല മഹർ എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദ്റാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.